നോമിനേഷൻ പത്രിക പിൻവലിക്കാനുള്ള സമയം അടുക്കുമ്പോൾ ആകെ അംഗീകരിച്ചു കിട്ടിയ പത്രിക പിൻവലിക്കണോ വീമ്പ് പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥിയായി നിൽക്കണോ എന്നറിയാതെ പെട്ടുപോകുന്ന അൻവർ തന്റെ നിലനിൽപ്പ് അപകടത്തിലാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഷൗക്കത്തിന് വേണ്ടി അടുത്ത കെണി ഒരുക്കിയിരിക്കുകയാണ്. ഇക്കുറി പാർട്ടിക്കാർ വരെ ഷൗക്കത്തിനെ പിച്ചിച്ചീന്തി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുമായിട്ടാണ് അൻവർ മാധ്യമപ്പടയ്ക്ക് മുന്നിൽ ഇരിക്കുന്നത്. ഞാൻ ഷൗക്കത്തിനോട് പറഞ്ഞു, ഷൗക്കത്ത് നീ ജയിക്കൂല, നീ ഒന്ന് വെയിറ്റ് ചെയ്യും. അല്ല, അങ്ങനെ തന്നെ പറഞ്ഞത്. നീ കേട്ടോ ഞാൻ എന്താ പറഞ്ഞത്? ഞാനിതൊക്കെ അള്ളാഹുവിനെ സാക്ഷിയെടുത്തേ പറയുന്നത്. എൻ്റെ പ്രശ്നം അതല്ല. ഞാൻ എന്തുകൊണ്ട് നീ പരാജയപ്പെടുന്ന കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഇന്ന വോട്ടുകൾ നിനക്ക് കിട്ടില്ല, അതുകൊണ്ട് ജോയ് മത്സരിക്കട്ടെ. 2008-9 മാസമുള്ളൂ ഷൗക്കത്ത്. 26 നീ മത്സരിച്ചോ, നമുക്കൊരു കരാറുണ്ടാക്കാം. ഞാനില്ല, ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം. ഈ കോൺഗ്രസ് ലീഡർഷിപ്പായിട്ട് ഞാൻ സംസാരിക്കാം. അപ്പം എന്താ പറഞ്ഞാൽ ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കാൻ പറ്റില്ല, അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പോൾ ആക്ഷനില്ല. ഞാൻ ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ലേ വാദിച്ചത്. എങ്ങനെയാ ജോയിനെ ഞാൻ ഒരു മലയോര കുടിയേറ്റ കർഷകൻ സ്ഥാനാർത്ഥിയാവട്ടെ, എനിക്കെന്നെ പറയാമല്ലോ ഞാൻ മത്സരിക്കാമെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. മലയോര കുടിയേറ്റ കർഷകനായ ജോയി സ്ഥാനാർത്ഥിയാവട്ടെ എന്ന് പറഞ്ഞു. ജോയി DCC പ്രസിഡന്റാണ്. അവസാന സെറ്റിൽമെന്റ് ഞാൻ പറഞ്ഞല്ലോ UDF നേതൃത്വത്തോട്. വേറെയും ക്രൈസ്തവരുണ്ടല്ലോ. ഞാൻ OT ജെയിംസിന്റെ പേര് പറഞ്ഞു ഈ നേതൃത്വത്തോട്. ആര്യാടൻ ഷൗക്കത്തിന്റെ റൈറ്റ് ഹാൻഡാണ് OT ജെയിംസ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ, എന്താ പറയാ, എടക്കര പഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്. കാരണം ഈ ചങ്ങാതിക്ക് വോട്ട് കിട്ടൂല, അതെന്റെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, എന്തേ തയ്യാറാവാതിരുന്നത്? OTയോട് ഞാൻ സംസാരിച്ചു. നിങ്ങൾ ചോദിക്കും OTയോട്. എന്നോടെന്താ പറഞ്ഞു? ഞാൻ അത്രക്കൊന്നും ആയിട്ടില്ല എന്നോട്. നിങ്ങൾ അങ്ങനെ പറയല്ലേ എന്നാ പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടാൽ OT ജെയിംസ് MLA ആയിരുന്നല്ലോ, നിലമ്പൂരിലെ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറായിരുന്നല്ലോ. ഇനി ഞാൻ എന്താ പറയേണ്ടത്? എല്ലാ മാർഗവും ഞാൻ നോക്കിയില്ലേ. ആ ചർച്ചക്ക് പോലും തയ്യാറായില്ല. കാരണം ഞാൻ അന്നും ഇന്നും ആത്മാർത്ഥമായി ഈ കസാരയില്ല ഷൗക്കത്തിരുന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചത്. ഇപ്പതാ ഇവരിയ്ക്കുന്ന ഈ ചെയറിൽ ഞാൻ ഷൗക്കത്തിനോട് പറഞ്ഞു, ഷൗക്കത്ത് നീ ജയിക്കൂല, നീ ഒന്ന് വെയിറ്റ് ചെയ്യും. അല്ല, അങ്ങനെ തന്നെ പറഞ്ഞത്. നീ കേട്ടോ ഞാൻ എന്താ പറഞ്ഞത്? ഞാനിതൊക്കെ അള്ളാഹുവിനെ സാക്ഷിയെടുത്തേ പറയുന്നത്. എൻ്റെ പ്രശ്നം അതല്ല. ഞാൻ എന്തുകൊണ്ട് നീ പരാജയപ്പെടുന്ന കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഇന്ന വോട്ടുകൾ നിനക്ക് കിട്ടില്ല, അതുകൊണ്ട് ജോയ് മത്സരിക്കട്ടെ. 2008-9 മാസമുള്ളൂ ഷൗക്കത്ത്. 26 നീ മത്സരിച്ചോ, നമുക്കൊരു കരാറുണ്ടാക്കാം. ഞാനില്ല, ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം. ഈ കോൺഗ്രസ് ലീഡർഷിപ്പായിട്ട് ഞാൻ സംസാരിക്കാം. അപ്പം എന്താ പറഞ്ഞാൽ ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കാൻ പറ്റില്ല, അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പോൾ ആക്ഷനില്ല. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട. ഇവിടെ പാണക്കാട് തങ്ങളെയും UDFന്റെ സകല നേതാക്കളെയും വിളിച്ചോ, മറ്റുള്ള നേതാക്കളെയും വിളിച്ചോ. ഞാനും ജോയിയും നീയും ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും ഇരുന്നിട്ട് ഒരു കരാർ എഴുതാം. നീ 26 മത്സരിക്ക്. നീ ഇവിടെ തോറ്റാൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളെയും ബാധിക്കും ഷൗക്കത്തെ. ഞാൻ എന്തിനാ രാജിവെച്ചത് ഷൗക്കത്തെ? എന്നോട് ഞാൻ വാപ്പുട്ടിന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ രാജിവെച്ചത് 3ാം ഗവൺമെന്റ് പിണറായി അല്ല, ഈ കേരളം അവർക്കെതിരാണ് എന്നുള്ള ഒരു വോട്ട് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അപ്പോഴേ ജനങ്ങൾക്ക് ബോധ്യപ്പെടുള്ളൂ. ഒന്ന് സഹായിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പേ പോയി. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാൻ എല്ലാവരും കൂടെ വരും. ഈ ചാൻസ് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പം പറഞ്ഞു നിനക്ക് നിന്റെ വഴി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് വസ്തുത. പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. അത് വിശ്വസിക്കാൻ പറ്റില്ല, കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞ് UDF നേതൃത്വവും ഈ പറയുന്ന UDFന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെയും പാണക്കാട് തങ്ങളും ഈ പറയുന്ന ഇനിയിപ്പോൾ നിനക്ക് വേണമെങ്കിൽ വേറെ നിനക്ക് വിശ്വാസമല്ല സാമുദായിക നേതാക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തിയിട്ട് നമുക്ക് ഈ വിഷയം തീർക്കാം. തയ്യാറില്ല. ഇതും പറഞ്ഞിട്ടോ. ഞാൻ വോട്ടിന്റെ കാര്യം പറഞ്ഞു. ഇനി ജോയിയോട് വ്യക്തിപരമായി നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജോയി പോയിക്കോട്ടെ, മാറി നിൽക്കട്ടെ, OT ജെയിംസ് മത്സരിക്കട്ടെ. അങ്ങനെ നിനക്കൊരു അഭിമാനക്ഷതം വേണ്ട. ഇനിയിപ്പോൾ ഇതിലപ്പുറം എന്താ പറയാമെന്ന് ആലോചിക്ക്. അപ്പം എന്താ ഉദ്ദേശം? ഇവർക്ക്
ആദ്യം താങ്കൾ ഒരു രാഷ്ട്രീയ പോരാട്ടം ആരംഭിച്ചപ്പോൾ അത്തരത്തിലൊരു പൊളിറ്റിക്കൽ നെക്സസിനൊക്കെ എതിരെ പറഞ്ഞപ്പോൾ ഒരു സ്വീകാര്യത ഉണ്ട്. പക്ഷെ വീണ്ടും UDF-നോടൊക്കെ സഹകരിക്കാൻ തയ്യാറായി, വീണ്ടും അതേ പൊളിറ്റിക്കൽ നെക്സസ് പറയുമ്പോൾ അതിന് അത്ര ഒരു സ്വീകാര്യത ലഭിക്കും. ഞാൻ പൊളിറ്റിക്കൽ നെക്സസ് അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ നെക്സസ് ആണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിന്റെ അടിവേര് വെട്ടുന്ന പൊളിറ്റിക്കൽ നെക്സസാണ്. അതിന്റെ തിരിച്ചറിവിലാണ് ഈ പറയുന്ന പോലെ ഇപ്പൊ ഈ പറഞ്ഞ രാജവമ്പാല കിങ് കോബ്ര ആണോ ആ അപകടം, അതാ സാധാ മൂർഖം പാമ്പാണോ? ആ കിങ് കോബ്രയെ അടിക്കാനാണ് ഈ ചെറിയ മൂർഖം പാമ്പുകളോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നത്.